ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും TTM വോയിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്. അതായത് നമ്മുടെ ഓഡിയോ ക്വാളിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ ഓഡിയോ സാധനം പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അപ്പോൾ അതിനെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് സൗണ്ട് എന്ന് പറയുന്നതാണല്ലോ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളിലേക്ക് നമ്മുടെ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് എത്തിയില്ല, നിങ്ങൾക്കൊന്നും വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓഡിയോയ്ക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഓഡിയോ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ബോയയുടെ M11 എന്ന് പറയുന്ന മൈക്കാണ്. ഇതിന് മുമ്പ് എൻ്റെ ഇരുന്നത് ബോയയുടെ M1 ആണ്. അതിന് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വള്ളിയാണ് ഫ്രണ്ട്സ്. വള്ളി ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ ഔട്ട്സൈഡൊക്കെ വീഡിയോ എടുക്കുന്ന നേരത്ത് വള്ളി കുരുങ്ങുക ഭയങ്കര മെനക്കാണ്. പിന്നെ അത് മാത്രമല്ല അതിന് വെച്ചൊരു കംപ്ലയിൻറ്റും ഉണ്ടായിരുന്നു. ഭയങ്കര മെനക്കാടാണ്. അതിനകത്ത് ഓഡിയോ കറക്റ്റാണ്. ചില സമയത്ത് ഓഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് കിരികിരിരാന്ന് ഗ്രെയിം സൗണ്ട് ഒക്കെ കേൾക്കും. അപ്പോൾ ഇതിന് വലിയ പ്രശ്നം തോന്നും. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം ഇതെങ്ങനെയാണ് നിങ്ങളെ കാണിച്ചത്, ഊരിയിട്ട് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റിയും നോർമൽ വെച്ചുള്ള വ്യത്യാസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നോർമൽ ക്യാമറയുടെ മൈക്കാണ്, ഇൻബിൽഡ് മൈക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാറ്റിൻ്റെ സൗണ്ടും ഒക്കെ ശരിക്കും അറിയാമെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഇനി ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടും ചിലപ്പോൾ എല്ലാം നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ജസ്റ്റ് ക്യാമറയിൽ നിന്ന് വരും. അപ്പം ഇത് ക്യാമറയുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ്. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ കാണിച്ചു തരാം. തേണ്ട് ഈ തുമ്പത്ത് ഈ സാധനം കണ്ടോ, ഈ ഒരു ക്ലാമ്പ് വെച്ച് തേണ്ടല്ലോ, ഈ ഒരു ക്ലാമ്പ് മണ്ടയ്ക്ക് ക്യാമറയുടെ മണ്ടയ്ക്ക് ഫിറ്റ് ചെയ്തിട്ട് തേണ്ടല്ലോ ബഫൊക്കെ ഉണ്ട്. ബഫ് എന്നാണ് ഇതിന് പറയാൻ തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡ്. ഇപ്പം കാറ്റിൻ്റെ സൗണ്ടും ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് ഒക്കെ തരാനായിട്ടാണ് ഈ പഞ്ഞി വെക്കുന്നത്. ഈ പഞ്ഞി ഊരി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ പഞ്ഞി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരത്തില്ല. ഇപ്പോൾ ഔട്ട്സൈഡ് ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഏറ്റവും വലിയ യൂസ് ഇതാണ് കേട്ടോ. കാരണം ഇത് വെച്ച് ഷൂട്ട് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാറ്റിൻ്റെ സൗണ്ട്. ഇപ്പം ഞാൻ ഇത് വെച്ചിട്ടും ഇത് വെക്കാതെയുള്ള നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം ഇതിനോട് നമുക്കൊരു വയർ കിട്ടുന്നുണ്ട്, കുഞ്ഞു വയറാണ്. ഇത് ക്യാമറ കണക്ട് ചെയ്യാനുള്ള വയറുണ്ട്, ഫോണിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഈ ഒരു ക്ലാമ്പ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ബോയയുടെ M11 എന്ന് പറയുന്ന മൈക്ക്. ഇതൊരു ഷോർട്ട് ഗൺ മൈക്കാണ്. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ മേളിലാണ്ട് ഇവിടെ ഈ മേളിൽ കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതുവഴിയാണ് നമുക്ക് നോയ്സിൻ്റെ ഇതുവഴിയാണ് നമുക്ക് ബഫ് കവർ ചെയ്യുന്നത്. ബഫ് എന്നാണ് അതിന് പറയുന്ന പേര്. അപ്പോൾ അത് കവർ ചെയ്യുമ്പം നോയ്സ് പിടിക്കത്തില്ല. ഇതാണ് മൈക്കിൻ്റെ സിഗ്നൽ, മൈക്കിൻ്റെ ഓഡിയോ സിഗ്നൽസൊക്കെ എടുക്കുന്ന പോർഷൻ തന്നെ ഈ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ക്ലാമ്പ് നമുക്കിത് ഊരാൻ കേട്ടോ. ഞാൻ ക്ലാമ്പ് ഊരി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ മൈക്ക്. തന്നെ ഇവിടെ നമുക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്കാണ്. ഹെഡ്ഫോൺ ജാക്കല്ല, സോറി. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്കിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാമ്പ് ഊരി കണ്ടല്ലോ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ക്ലാമ്പ്. ഓക്കെ, പിന്നെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പഫ് എന്ന് പറയുന്നത്. പഫ് എന്ന് ഇതിന് വേറെ എന്തോ പേരൊക്കെ പറയും കേട്ടോ. ഞാനൊരു ചുമ്മാ ഒരു പെട്ടെന്ന് ഓർമ്മയിൽ വന്നൊരു പേര് പറയുന്നതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഈ ഒരു ഹോളിൽ നമുക്ക് ആ ഒരു ഷോർട്ട് ഗൺ മൈക്ക് കയറ്റിയിടാം. ഇത് ബോയയുടെ തന്നെ ഏറ്റവും ബഡ്ജറ്റുള്ള മൈക്ക് കേട്ടോ. കാരണം ഒരു ഷോർട്ട് ഗൺ കാറ്റഗറി റോഡിൻ്റെ മൈക്കൊക്കെ ഉണ്ട്. അതിനൊക്കെ 5000, 10000 ആ റേഞ്ചാണ്. അപ്പം ബോയയുടെ മൈക്കാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബഡ്ജറ്റ് മൈക്ക് എന്ന് വേണം പറയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം നമ്മൾ ഊരിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷോർട്ട് ഗൺ മൈക്ക്. ഷോർട്ട് ഗൺ മൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഷോർട്ട് ഗൺ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ക്യാമറയിൽ തന്നെ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. നമ്മുടെ ഒറിജിനൽ സൗണ്ട് ഇപ്പം ബോയ ബൈ ഫസ്റ്റത്തെ മൈക്കിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആ മൈക്കിന് നമ്മുടെ ഒരു കറക്റ്റ് സൗണ്ട് എടുക്കത്തില്ലായിരുന്നു. പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമ്മൾ ഒറിജിനൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു മൈക്കിൽ നിന്ന് എടുക്കുന്ന സൗണ്ട് നമ്മുടെ റിയലിസ്റ്റിക് സൗണ്ട് തന്നെ ഇത് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് തരുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ സൗണ്ടിൽ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താതെ തന്നെ എക്സാക്റ്റ് നമ്മുടെ സൗണ്ട് എന്താണോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോർട്ട് ഗൺ മൈക്ക് തരുന്നുണ്ട്. വലിയ ലൗഡല്ല കേട്ടോ, പക്ഷേ ആ വരുന്ന സൗണ്ട് പക്ക ക്ലിയർ ആണ്. നമുക്കിനി ഇതിലേക്കൊന്ന് സ്വിച്ച് ചെയ്യാം. ഇത്രയും നേരം നിങ്ങൾ കേട്ടത് ഇത് നോർമൽ ഇതിൻ്റെ മൈക്കാണ്. അപ്പം ഇതിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ വ്യത്യാസം എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ബോയ M11 എന്ന് പറഞ്ഞ ഷോർട്ട് ഗൺ മൈക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് വിൻഡ് മഫ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു വിൻഡ് മഫ് ഞാൻ വെച്ചിട്ടില്ല. ആ ഒരു പഞ്ഞു വലിക്കുന്ന സാധനം വെച്ചിട്ടില്ല. അത് എൻ്റെ കയ്യിലുണ്ട്. കാരണം അത് വെക്കുമ്പോൾ എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറവുണ്ടെന്ന് നമുക്കിപ്പം ചെക്ക് ചെയ്യാം. അതിനാണല്ലോ ഇപ്പോൾ നമ്മുടെ വിൻഡ് മഫ് ഇരിപ്പുണ്ട്. ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഇപ്പം നിങ്ങളുടെ അണ്ണാനും കിളിയും ഒക്കെ കിടന്ന് ചിലയ്ക്കുന്നുണ്ട്. നിങ്ങളൊന്നും ഞാൻ മിണ്ടായിരിക്കും. സൗണ്ട് കിട്ടും നോക്ക്. കാക്ക കരയുന്നുണ്ട്, അണ്ണാൻ കിടന്ന് ചിലയ്ക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, ലൈറ്റായിട്ട് കാറ്റുണ്ട്. കാരണം ഇവിടെ തൊട്ട് പുറകിലൊക്കെ നല്ല കണ്ടം പോലത്തെ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റിൻ്റെ സൗണ്ടും കിട്ടുന്നുണ്ട്. അപ്പം ഇനി ഞാൻ ഈ വിൻഡ് മഫ് ഇതേ വെക്കുവാണ്. വെച്ച് കഴിഞ്ഞുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ വിൻഡ് മഫ് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സൗണ്ട് വ്യത്യാസം നിങ്ങൾ നോക്കുക. ബാക്ക്ഗ്രൗണ്ടിലെ കാക്കയുടെ സൗണ്ട്, കിളിയുടെ സൗണ്ട് എല്ലാം ഉണ്ട്. നല്ലതായിട്ട് കാറ്റും വീശുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഹലോ മൈക്ക് ചെക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക, നിങ്ങൾ തന്നെ മനസ്സിലാക്കി. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനിത് എഡിറ്റിങ്ങിന് എടുക്കുമ്പോഴേ എനിക്ക് എന്തൊക്കെ വ്യത്യാസമുണ്ടെന്ന് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അതിപ്പോൾ ഒരു ഓട്ടോ പോകുന്നുണ്ട്, കാക്കയുണ്ട്, അണ്ണാൻ കിടന്ന് ചിലയ്ക്കുന്നുണ്ട്. ഈ സൗണ്ടൊക്കെ കിട്ടുന്നുണ്ടോ? നിങ്ങളെ ചെക്കൗട്ട് ചെയ്യുക. അപ്പം ഇതിൻ്റെ നമ്മുടെ ചാനലിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തത്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് തരിക, വീഡിയോയിലായാലും ഓഡിയോയിലായാലും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇനിയും വെറൈറ്റി കണ്ടൻസായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേര് വിഷ്ണു, TTM ഗെയിംസിൽ നിന്ന്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സി യു. ഹലോ മൈ ചെക്കിൻ, ഹലോ 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 മൈ ചെക്കിൻ, പാട്ട് പഠിക്കേ.
എ ബി മറ്റേ ഒരു പാടുണ്ട് ABCD. വേറെ അമ്പൂറ്റിയുടെ പാട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22.